PSC നോട്ട്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി വിഭാഗത്തിലെ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോഗ ഈസ് ഡാഷ് ബെസ്റ്റ് എക്സസൈസ് ഫോർ അവർ മൈൻഡ് ആൻഡ് ബോഡി. യോഗ ഈസ് ഡാഷ് best exercise for our mind and body. Options are A, B and C the, D no article. ഇതിൽ ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ദ ആണ്. കാരണം ബെസ്റ്റ് എന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂട്ടത്തിൽ എപ്പോഴും ആർട്ടിക്കിൾ ദയാണ് വരുന്നത്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡാണ് പോസിറ്റീവ് ഡിഗ്രി, ബെറ്റർ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുന്നത്, ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ബെസ്റ്റ് എന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് എപ്പോഴും ആർട്ടിക്കിൾ ദയാണ് വരുന്നത്. യോഗ ഈസ് ദ ബെസ്റ്റ് എക്സസൈസ് ഫോർ അവർ മൈൻഡ് ആൻഡ് ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് സ്കൂൾ ഡാഷ് 2006. ഐ ഹാവ് ബീൻ working in this school dash 2006. Options A for, B from, C until, D since. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സിൻസ് ആണ് വരുന്നത്. ഇവിടെ സിൻസ് എങ്ങനെയാണ് വന്നത്? ഒരു പോയിൻ്റ് ഓഫ് ടൈമിനെ കാണിക്കാനാണ് സിൻസ് ഉപയോഗിക്കുന്നത്. പോയിൻ്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു സമയം കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2006 എന്ന് കൃത്യമായിട്ടൊരു പോയിൻ്റ് ഓഫ് ടൈം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെൻറ്റൻസ് ഒരു പെർഫെക്റ്റ് ടെൻസാണ്. പെർഫെക്റ്റ് ടെൻസിലാണ് സാധാരണ സിൻസും ഫോറും ഉപയോഗിക്കുന്നത്. പെർഫെക്റ്റ് ടെൻസിലാണ് സിൻസും ഫോറും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ടൈം എടുത്ത് പറയുന്നതുകൊണ്ട് സിൻസ് വരും. ഇനി ഒരു പീരീഡ് ഓഫ് ടൈമാണ്, കുറേ കാലത്തേക്ക് എന്ന് പറയുവാണെങ്കിൽ ഫോർ ഉപയോഗിക്കണം. അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് സ്കൂൾ സിൻസ് 2006. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്രോപ്പ് വാസ് അറ്റാക്ഡ് ബൈ എ ഡാഷ് ഓഫ് ലോക്കസ്റ്റ്. ദ ക്രോപ്പ് വാസ് അറ്റാക്ഡ് ബൈ എ ഡാഷ് ഓഫ് ലോക്കസ്റ്റ്. ഓപ്ഷൻ എ ഹേർഡ്, ബി ട്രൂപ്പ്, സി ക്രൗഡ്, ഡി പ്ലേഗ്. ആൻസറാണ് ഓപ്ഷൻ ഡി പ്ലേഗ്. പ്ലേഗ് ഓഫ് ലോക്കസ്റ്റ്സ് എന്നാണ് പറയുന്നത്. ലോക്കസ്റ്റ്സ് എന്ന് പറഞ്ഞാൽ വെട്ടുക്കിളി എന്നാണ്. അപ്പം ലോക്കസ്റ്റിൻ്റെ കളക്റ്റീവ് നൗണാണ് പ്ലേഗ്. പ്ലേഗ് ഓഫ് ലോക്കസ്റ്റ്. ദ ക്രോപ്പ് വാസ് അറ്റാക്ഡ് ബൈ എ പ്ലേഗ് ഓഫ് ലോക്കസ്റ്റ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഹേർഡ്. ഹേർഡ് വരുന്ന ഏതൊക്കെയാണ്? ഹേർഡ് ഓഫ് കൗസ്, ഹേർഡ് ഓഫ് ഗോഡ്സ്, ഹേർഡ് ഓഫ് കാറ്റിൽസ്. അടുത്തത് ട്രൂപ്പ്. ട്രൂപ്പ് വരുന്നത് ട്രൂപ്പ് ഓഫ് മങ്കീസ്. ട്രൂപ്പ് സ്പെല്ലിംഗ് നോക്കണം, TROOP, ട്രൂപ്പ് ഓഫ് മങ്കീസ്. ഇതുപോലെ വേറൊരു ട്രൂപ്പുണ്ട്, TROUPE. ആ ട്രൂപ്പ് ആർട്ടിസ്റ്റിനും ഡാൻസേഴ്സിൻ്റെയും കളക്റ്റീവ് നൗണാണ്. TROUPE. ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്, ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് എന്ന് പറയും. അതിൻ്റെ സ്പെല്ലിംഗ് TROUPE ആണ്. മങ്കീസിൻ്റെ കളക്റ്റീവ് നൗൺ ട്രൂപ്പ്, TROOP. അടുത്ത ക്രൗഡാണ്. പീപ്പിളിൻ്റെ കളക്റ്റീവ് നോണാണ് ക്രൗഡ്. ക്രൗഡ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് പ്ലേഗ് ആണ്. ദ ക്രോപ്പ് വാസ് അറ്റാക്ഡ് ബൈ എ പ്ലേഗ് ഓഫ് ലോക്കസ്റ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, യു ആർ മൈ ക്ലോസ് ഫ്രണ്ട് ഡാഷ്. യു ആർ മൈ ക്ലോസ് ഫ്രണ്ട് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻസ് ആർ യു, ബി ആറിൻറ്റ് യു, സി യു ആർ, ഡി നൺ ഓഫ് ദിസ്. യു ആർ മൈ ക്ലോസ് ഫ്രണ്ട് ഇതൊരു ടാഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആറിൻറ്റ് യു. എങ്ങനെയാണ് ടാഗ് ക്വസ്റ്റ്യൻ എഴുതുന്നത്? ടാഗ് ക്വസ്റ്റ്യൻ എഴുതാൻ ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ വരുന്ന ടാഗ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയിരിക്കും. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആയിരിക്കും. ഇവിടുത്തെ സെൻറ്റൻസിൽ യു ആർ മൈ ക്ലോസ് ഫ്രണ്ട് അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാക്കിയെല്ലാം പോസിറ്റീവ് ടാഗ് ക്വസ്റ്റ്യൻ ആണ്. ബി മാത്രമേ ഉള്ളൂ ഇവിടെ നെഗറ്റീവായിട്ട് ഉള്ള ടാഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ആ സെൻറ്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കണം.
അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് ആറാണ്. അതിനെ നെഗറ്റീവ് ആക്കുക. ആറിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആറിൻ്റ് വരും. അതിന് ശേഷം സബ്ജക്റ്റ് വരണം. ആറിൻ്റ് യു. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് യു ആണ്. അപ്പോൾ ഓക്സിലറി വെർബ് ആറിനെ നെഗറ്റീവ് ആക്കുക. ആറിൻ്റ് അതിന് ശേഷം സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ച് എഴുതുക. ഇവിടെ യു വരും. യു ആർ മൈ ക്ലോസ് ഫ്രണ്ട്, ആറിൻ്റ് യു. ടാഗ് ക്വസ്റ്റിന് ശേഷം എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അത് മറക്കരുത്. ടാഗ് ക്വസ്റ്റിന് ശേഷം എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് വരണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഹാഡ് ഐ റീച്ചഡ് ദ സ്റ്റേഡിയം ദാൻ ദ മാച്ച് സ്റ്റാർട്ടഡ്. ഡാഷ് ഹാഡ് ഐ റീച്ചഡ് ദ സ്റ്റേഡിയം ദാൻ ദ മാച്ച് സ്റ്റാർട്ടഡ്. ഓപ്ഷൻസ് എ ഐദർ, ബി നൈദർ, സി ബോത്ത്, ഡി നോ സൂണർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നോ സൂണർ ആണ്. നോ സൂണർ എങ്ങനെയാണ് വന്നത്? ഈ സെൻറ്റൻസിൽ നോക്കി, ദാൻ വന്നിരിക്കുന്നത് കണ്ടോ? ദാൻ. നോ സൂണറിൻ്റെ കൂട്ടത്തിലാണ് ദാൻ വരുന്നത്. നോ സൂണർ ദാൻ എന്നാണ് വരുന്നത്. അപ്പോൾ നോ സൂണർ ഹാഡ് ഐ റീച്ചഡ് ദ സ്റ്റേഡിയം ദാൻ ദ മാച്ച് സ്റ്റാർട്ടഡ്. ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഐദർ. ഐദറിൻ്റെ കൂടെ വരുന്നത് ഓറാണ്. ഐദർ ഓർ. അടുത്തത് നൈദർ. നൈദറിൻ്റെ കൂടെ വരുന്നത് നൈദർ നോറാണ്. NOR നോർ. അടുത്ത ഓപ്ഷൻ ബോത്ത്. ബോത്തിൻ്റെ കൂടെ വരുന്നത് ബോത്ത് ആൻഡ് ആണ്. നോ സൂണറിൻ്റെ നോ സൂണർ ദാൻ. ഐദർ ഓർ, നൈദർ നോർ, ബോത്ത് ആൻഡ്, നോ സൂണർ ദാൻ. നോ സൂണർ ഹാഡ് ഐ റീച്ചഡ് ദ സ്റ്റേഡിയം ദാൻ ദ മാച്ച് സ്റ്റാർട്ടഡ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ് യൂസ് ഇൻ ദ സെൻറ്റൻസ്. ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ് യൂസ് ഇൻ ദ സെൻറ്റൻസ്. മൈ ഫാദർ wears a necktie when he goes to office. My father wears a necktie when he goes to office. Options A wears, B goes, C necktie, D office. ഇതിൽ ഏതാണ് കോമ്പൗണ്ട് വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈ ഫാദർ വിയേഴ്സ് എ നെക്ടൈ വെൻ ഹി ഗോസ് ടു ഓഫീസ്. ഈ സെൻറ്റൻസിലെ കോമ്പൗണ്ട് വേർഡാണ്. ആൻസർ ഓപ്ഷൻ സി നെക്ടൈ. കോമ്പൗണ്ട് വേർഡ്സ് എന്നാൽ രണ്ട് വാക്കുകൾ ചേർന്ന് വരുന്ന ഒരു വാക്കാണ് കോമ്പൗണ്ട് വേർഡ്സ്. നെക്ടൈ, നെക്ക് എന്ന വാക്കും ടൈ എന്ന വാക്കും ചേർന്നാണ് നെക്ടൈ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു കോമ്പൗണ്ട് വേർഡാണ്. കോമ്പൗണ്ട് വേർഡ്സിൻ്റെ മറ്റ് എക്സാമ്പിൾസാണ് മൂൺ ലൈറ്റ്. മൂണും ലൈറ്റും ചേർന്ന് മൂൺ ലൈറ്റ്. അതുപോലെ പോസ്റ്റ് മാൻ, പോസ്റ്റ് മാന്, പോസ്റ്റ് മാൻ. ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക് ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ ആൻസർ നെക്ടൈ. മൈ ഫാദർ വിയേഴ്സ് എ നെക്ടൈ വെൻ ഹി ഗോസ് ടു ഓഫീസ്. ഇതിലെ കോമ്പൗണ്ട് വേർഡാണ് നെക്ടൈ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് പീർ. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് പീർ. ഓപ്ഷൻ എ കോമ്പറ്റീറ്റർ, ബി ട്വിൻ, സി പ്രജുഡൈസ്, ഡി ഈക്വൽ. പീർ എന്നതിൻ്റെ അർത്ഥമാണ് ആൻസർ ഓപ്ഷൻ ഡി ഈക്വൽ. പീർ എന്നാൽ ഈക്വൽ, തുല്യം എന്നാണ് അർത്ഥം. പീർ ഈക്വൽ, തുല്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. വാക്വത്തിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് VACUUM. 2 യു ഉണ്ട്. VACWUM, വാക്വം. 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ അണ്ടർലൈൻ ഇഡിയം മീൻ. വാട്ട് ഡസ് ദ അണ്ടർലൈൻ ഇഡിയം മീൻ? സോ മെനി എംപ്ലോയീസ് ഗെറ്റ് ദ ആക്സ് as the company was undergoing financial crisis. So many employees get the axe as the company was undergoing financial crisis. Option A out of mind, one's mind. B have no idea. C lost the job. D doing a good job. ഇവിടെ തന്നിരിക്കുന്ന ഇഡിയം, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഇഡിയമാണ് ഗെറ്റ് ദ ആക്സ്. ഗെറ്റ് ദ ആക്സ് അതിൻ്റെ മീനിങ് ആൻസർ ഓപ്ഷൻ സി ആണ്. ലോസ് ദ ജോബ് എന്നാണ്. ലോസ് ദ ജോബ്. സോ മെനി എംപ്ലോയീസ് ഗെറ്റ് ദ ആക്സ് as the company was undergoing financial crisis. കമ്പനിക്ക് സാമ്പത്തികമായി പ്രശ്നം വന്നപ്പോൾ കുറേ ഉദ്യോഗസ്ഥരുടെ ജോലി നഷ്ടപ്പെട്ടു എന്നാണ്. ഗെറ്റ് ദ ആക്സ് മീൻസ് ലോസ് ദ ജോബ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ബൂൺ. Select the word which means the opposite of the word boon. Options A blessing,
ബി കേഴ്സ്, സി ഹാപ്പിനെസ്, ഡി വിഷിംഗ്. ബൂൺ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേഴ്സ് ആണ്. ബൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹം എന്നാണ്. അനുഗ്രഹത്തിൻ്റെ ഓപ്പോസിറ്റ് ശാപം, കേഴ്സ് ശാപം. ബൂൺ ഓപ്പോസിറ്റ് കേഴ്സ്. 10 ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.